Today we are going to study about a problem in game theory. So, two-person zero-sum game with saddle point ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിനകത്ത് കുറേ മൂന്ന് ടേംസ് ആണുള്ളത്. ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 2-person ഗെയിം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2-person zero-sum ഗെയിം കൊണ്ട് വെച്ചാൽ രണ്ട് പ്ലെയേഴ്സ് അവിടെ ഉണ്ടെന്ന് അർത്ഥം. ആ രണ്ട് പ്ലെയേഴ്സിൻ്റെ അതിലൊരു പ്ലെയറിന് ഗെയിൻ ചെയ്യുകയാണെങ്കിൽ മറ്റൊരു പ്ലെയറിന് ലൂസ് ആവുകയാണെന്നാണ് അർത്ഥം. സോ ഒരാളുടെ ഗെയിം മറ്റൊരാളുടെ ലൂസ് ആവുന്നതിനാണ് നമ്മൾ സീറോ സം ഗെയിം എന്ന് പറയുന്ന കാര്യം. അത് രണ്ട് പേ ഓഫിൻ്റെ സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി അങ്ങനെയുള്ള കേസിൽ സാഡിൽ പോയിൻ്റ് ഉള്ള കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കണം, പ്ലെയർ എയുടെ ചോയ്സസ് ആണ് L, M, N എന്ന് പറയുന്ന 3 സ്ട്രാറ്റജി, ബിയുടെ ചോയ്സസ് ആണ് P, Q എന്ന് പറയുന്ന 2 സ്ട്രാറ്റജി. സോ ഏതൊരു ഗെയിം തിയറിയുടെ ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇപ്പോൾ സോൾവ് ദ ഫോളോയിങ് ഗെയിം തിയറി എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് വെദർ ദാറ്റ് പർട്ടിക്കുലർ ഗെയിം ഈസ് ഹാവിങ് എ സാഡിൽ പോയിൻറ്റ്. സോ ആ സാഡിൽ പോയിൻ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ, സോ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് എ ആണ് നമ്മുടെ സൈഡിൽ. ഇപ്പോൾ എയുടെ ഒരു പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ എയുടെ പേ ഓഫ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് എന്ന അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. സോ എയ്ക്ക് 3 ഓപ്ഷൻസ് ആണുള്ളത്. L, M, N എന്ന 3 ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. B, P, Q ചൂസ് ചെയ്യാം. അപ്പോൾ എയെ സംബന്ധിച്ച് എ ആലോചിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വി വിൽ ഫൈൻഡ് ഔട്ട് ദ മിനിമം ഓഫ് ഈച്ച് റോ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ L എന്ന് പറയുന്ന സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്താൽ പ്ലെയർ എയ്ക്ക് ഉണ്ടാകുന്ന മിനിമം ഗെയിൻ ആണ് അയാൾ സംസാരിക്കുന്നത്. സോ ഇവിടെ എന്ന് പറയുന്നത് 2 ഓപ്ഷൻസാണ്, -3ഉം 3ഉം ആണ്. അപ്പോൾ അതിൽ മിനിമം എത്രയാണ്? -3. അതിൻ്റെ അർത്ഥം എന്താ? അയാൾക്ക് കിട്ടാവുന്ന മിനിമം ഗെയിൻ എന്ന് പറയുന്നത് 3 രൂപ നഷ്ടമാണ്. ഓക്കെ, ഇനി M എന്ന് ആലോചിച്ചാൽ ഇറ്റ് ഈസ് ആക്ച്വലി -2. എന്നെ സംബന്ധിച്ചാലോ മിനിമം ഈസ് 2. അതുപോലെ തന്നെ കോളം വൈസ് ആലോചിക്കണം. കോളം വൈസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മാക്സിമം ആണ്. കാര്യം എന്താ? എയുടെ ഉദ്ദേശം ഗെയിനെ സംബന്ധിച്ചാണെങ്കിൽ ബിയെ സംബന്ധിച്ച് അദ്ദേഹം നോക്കുന്നത് ലോസ് കുറയ്ക്കുക എന്നുള്ളതാണ്. സോ ലോസ് കുറയ്ക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യ ആൾ എന്ത് ചെയ്തു? ഓരോ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുമ്പോഴും ഉണ്ടാകാവുന്ന മാക്സിമം ലോസ് ലിസ്റ്റ് ഔട്ട് ചെയ്തു. ദാറ്റ് ഈസ് 2 ആൻഡ് Q = 3. കാര്യം ഇവിടെ NP എന്ന് പറയുന്ന സ്ട്രാറ്റജി വന്നാൽ, അതായത് N A അഡോപ്റ്റ് ചെയ്യും, P B അഡോപ്റ്റ് ചെയ്യും ചെയ്താൽ 2 രൂപ എയ്ക്ക് കിട്ടും. പക്ഷേ Pക്ക് എന്താ 2 രൂപ നഷ്ടപ്പെടും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എയുടെ പെർസ്പെക്റ്റീവിലാണ് സംസാരിക്കുന്നത്. സോ ഇവിടുത്തെ മാക്സിമിൻ വാല്യൂ, ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ചോദിച്ചാൽ വാട്ട് ദ എ ട്രൈസ് ടു ഡു ഈസ് ദാറ്റ് ട്രൈയിങ് ടു ഫൈൻഡ് ഔട്ട് ദ ബെസ്റ്റ് ഓഫ് ദ വേസ്റ്റ്. അതാണ് ഇവിടെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. സോ ദ മാക്സിമം വാല്യൂ ഈസ്, ഇതിനകത്തുള്ള മാക്സിമം വാല്യൂ ഏതാ? -3, -2, 2ൽ ഏറ്റവും മാക്സിമം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2. സോ ഇറ്റ് ഈസ് 2. ഇനി ഈ സൈഡിൽ എന്ത് കണ്ടുപിടിക്കേണ്ടത്? വി നീഡ് ടു ഫൈൻഡ് ഔട്ട് മിനി മാക്സ്. ഓക്കെ, മിനി മാക്സ് വാല്യൂ ഈസ് ഈക്വൽ ടു 2. 3ൽ മിനിമം ഏതാണ്? ഇറ്റ് ഈസ് 2. സോ ലുക്കിംഗ് ഇൻ ടു ആൻസർ വി ക്യാൻ സീ ദാറ്റ് ദ മാക്സിമം ഈസ് ഈക്വൽ ടു മിനി മാക്സ്. So such a problem is known as what? It is known as strictly determinable game, and the value of the game is equal to maximin equal to minimax is equal to 2. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഓഫ് ദ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ആവറേജ് വിന്നിങ്സ് പെർ പ്ലേ ഓവർ എ ലോങ് നമ്പർ ഓഫ് പ്ലേസ്. അതായത് കുറേ കളി കളിക്കുമ്പോൾ അയാൾക്ക് കിട്ടാൻ സാധ്യതയുള്ളതാണ് പറയുന്നത്. അപ്പോൾ വാല്യൂ ഓഫ് ദ ഗെയിം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ 2. അപ്പോൾ ഏത് സ്ട്രാറ്റജിയാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത് നോക്കുക. അത് രണ്ടും കോമൺ ആയിട്ട് വരുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ വാല്യൂ ആണ്. ദാറ്റ് മീൻസ് എയുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം? N സ്ട്രാറ്റജിയും ബിയുടെ എന്താണ്? ബിയുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ P സ്ട്രാറ്റജിയുമായിരിക്കണം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഡിൽ പോയിൻ്റ് ഉള്ള കേസുകളിലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസിനെ പ്യുവർ സ്ട്രാറ്റജി എന്ന് വിളിക്കാം. കാര്യം എന്തെന്ന് ചോദിച്ചാൽ പ്യുവർ സ്ട്രാറ്റജി എന്ത് സ്ട്രാറ്റജിയാണ്? ഈസ് ഓൾവേസ് ഗോയിങ് ടു യൂസ് എ സിംഗിൾ സ്ട്രാറ്റജി, ദാറ്റ് ഈസ് N എന്ന സ്ട്രാറ്റജി ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? പ്യുവർ സ്ട്രാറ്റജി എന്ന് വിളിക്കാം. പക്ഷേ സാഡിൽ പോയിൻ്റ് ഇല്ലാത്ത കേസിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്യുവർ സ്ട്രാറ്റജി ഒരെണ്ണം മാത്രം ത്രൂ ഔട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. വി നീഡ് ടു കീപ്പ് ഓൺ ചേഞ്ചിങ്. അപ്പോൾ അത് പ്രോബബിലിറ്റി ബേസിസ് ആവും. അപ്പോൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് എയുടെ സ്ട്രാറ്റജി A is equal to
എ എന്താണ് ചെയ്യുന്നത്? എക്ക് 3 സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. സോ ഫസ്റ്റ് സ്ട്രാറ്റജി ആണ് ഒരിക്കലും അഡോപ്റ്റ് ചെയ്യുന്നില്ല, ദാറ്റ് ഈസ് 0. രണ്ടാമത്തെ അഡോപ്റ്റ് ചെയ്യുന്നില്ല, 0. മൂന്നാമത്തെ പ്രോബബിലിറ്റി 1, ദാറ്റ് മീൻസ് എപ്പോൾ 100% ഹി ഈസ് ഗോയിങ് ടു ഫോളോ ദ സ്ട്രാറ്റജി എൻ, വെയർ ബി ഈസ് ഗോയിങ് ടു പ്ലേ ലൈക്ക്. അയാൾക്ക് എത്ര സ്ട്രാറ്റജി ഉണ്ട്? 2 സ്ട്രാറ്റജി, പിയും ക്യൂ. അതിൽ പി അയാൾ ഉപയോഗിക്കുന്നുണ്ടോ? പി അയാൾ ഉപയോഗിക്കുന്നുണ്ട്, ദാറ്റ് ഈസ് 1,0. സോ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എന്താണ്? പ്ലെയർ എയുടെ സ്ട്രാറ്റജി ആൻഡ് ബിയുടെ സ്ട്രാറ്റജി ആൻഡ് ദ വാല്യൂ ഓഫ് ദ ഗെയിം ഈസ് ഈക്വൽ ടു 2. സോ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ ഉള്ളത്. അപ്പോൾ നമുക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ എന്താണ് ഈ പറയുന്ന പോലെ തന്നിരിക്കുന്നതിൽ മാക്സിമിനും മിനിമാക്സും കണ്ടുപിടിക്കുകയും അങ്ങനെ ഒരു പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? അത് ഒരു പ്യൂർ സ്ട്രാറ്റജി ഗെയിമാണെന്ന് പറയാം. സാഡിൽ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഈ മാക്സിമിൻ ഈസ് ഈക്വൽ ടു മിനിമാക്സ് എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. മാക്സിമിൻ ഈസ് ഈക്വൽ ടു മിനിമാക്സ് എന്ന കണ്ടീഷൻ പറയുകയും ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ വാല്യൂ ഓഫ് ദ ഗെയിം ആണെന്നും പറഞ്ഞു. സോ ഈ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ മാക്സിമിൻ ഈസ് ഈക്വൽ ടു മിനിമാക്സ് ഇവിടം വരെ ആണെങ്കിൽ തന്നെ ഇത് നമുക്ക് സ്ട്രിക്ട്ലി ഡിറ്റർമിനബിൾ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഈ ഗെയിം എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഡിറ്റർമിനബിൾ ആണെന്ന് പറയാം. പക്ഷേ ഇനി ഈ വാല്യൂ എന്ന് പറയുന്നത് 0യ്ക്ക് തുല്യമാണെങ്കിൽ, മാക്സിമിൻ ഈസ് ഈക്വൽ ടു മിനിമാക്സ് എന്ന് പറയുന്നത് 0യ്ക്ക് തുല്യമാണെങ്കിൽ ദാറ്റ് ഗെയിം ഈസ് നോൺ ആസ് ഫെയർ ഗെയിം. ഫെയർ ഗെയിം. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഗെയിമിൻ്റെ ഉത്തരം എന്താ നമുക്ക് കിട്ടിയ? വാല്യൂ 2 ആണ്. ബട്ട് ദാറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് എ ഫെയർ ഗെയിം, ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി സ്ട്രിക്ട്ലി ഡിറ്റർമിനബിൾ. കാര്യം എന്താ? മാക്സിമിൻ ഈസ് ഈക്വൽ ടു മിനിമാക്സ്. അപ്പോൾ അങ്ങനെയും ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമ്മൾ അതാണ് ഒരു വെറൈറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 2. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫോർ വാട്ട് വാല്യൂ ഓഫ് ലാംഡ, അതായത് ഈ തന്നിരിക്കുന്ന പേ ഓഫ് മെട്രിക്സിൽ, അതായത് പേ ഓഫ് മെട്രിക്സ് നമ്മൾ തന്നിട്ടുണ്ട്, അതിനകത്തൊരു 3 വാല്യൂസ് ലാംഡ ആണ്. ചോദ്യം ഈ വാല്യൂ കണ്ടുപിടിക്കുക, ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കുക സച്ച് ദാറ്റ് ദ പേ ഓഫ് ഈസ് ആക്ച്വലി സ്ട്രിക്ട്ലി ഡിറ്റർമിനബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ ശരിക്കും ഒരു സാഡിൽ പോയിൻ്റ് ഉണ്ടെന്നും മാക്സിമിൻ ഈസ് ഈക്വൽ ടു മിനി മാക്സ് എന്നൊരു കണ്ടീഷൻ ഉണ്ടെന്നും മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? വാല്യൂസ് നമ്മുടെ മെത്തേഡ് പ്രകാരം റോ മിനിമം കണ്ടുപിടിക്കുകയാണ്. മിനിമം കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ റോ മിനിമം കണ്ടുപിടിക്കുമ്പോൾ ലാംഡ നമ്മൾ എന്ത് ചെയ്യും? തൽക്കാലം ഇഗ്നോർ ചെയ്യും. ലാംഡ ഇല്ലാതെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് 2. ഇവിടെ ലാംഡ ഒഴിവാക്കി കഴിഞ്ഞാൽ -1ഉം -1ഉമാണ്, അതിൽ മിനിമം -7. A3യിലും -2ഉം 4ഉമാണ്, അതിൽ മിനിമം എത്രയാണ്? -2. ഇവിടെ നമ്മൾ ലാംഡ നെഗ്ലക്റ്റ് ചെയ്തു. കോളം വൈസ് നോക്കുമ്പോൾ നമുക്ക് മാക്സിമം വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം കണ്ടുപിടിക്കാം. മാക്സിമം എന്താണ്? അവിടെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് -1 -2ൽ -1, 6 4ൽ 6, 2 -7ൽ 2. ഇനി എന്ത് ചെയ്യുക? നമുക്കറിയാം ഈ മിനിമത്തിലെ മാക്സിമം വാല്യൂ ദാറ്റ് ഈസ് 2. അതാണ് മാക്സിമിൻ ഈസ് ഈക്വൽ ടു 2 ആൻഡ് മിനി മാക്സ് ഈസ് ഈക്വൽ ടു ഈ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന മാക്സിമത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിലെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് -2. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? മാക്സിമിൻ എന്ന് പറയുന്നത് 2, മിനി മാക്സ് എന്ന് പറയുന്നത് -1. ഓക്കെ. നമുക്കറിയാം സ്ട്രിക്ട്ലി ഡിറ്റർമിനബിൾ ആണെങ്കിൽ ഇത് രണ്ടും തുല്യമായിരിക്കണം അല്ലേ? അപ്പം അങ്ങനെ ഒരു കേസ് വരണം എന്നുണ്ടെങ്കിൽ, തുല്യമാകണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണമായിരുന്നു? ഈ പറയുന്ന പോലെ മാക്സിമിൻ 2, മിനിമാക്സ് -1 ആണ്. അപ്പോൾ വാല്യൂ ഓഫ് ദ ഗെയിം എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ -1നും വാല്യൂസ് ലെസ് ദാൻ 2, ഇതിനിടയ്ക്ക് എവിടെയോ ആണ് ഇതിൻ്റെ ശരിക്കുള്ള വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇത് രണ്ടും തുല്യമാവണം. മാക്സിമിൻ ഈസ് ഈക്വൽ ടു മിനിമാക്സ് വാല്യൂ ആവുന്നത് കൊണ്ട് ലാംഡയുടെ വാല്യൂ എന്തായിരിക്കണം? ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കണ്ടേ? അതായത് ഈ റേഞ്ചിലാണ് ലാംഡയുടെ വാല്യൂ വരുന്നതെങ്കിൽ എന്ന് പറയാം -1ഓ 2ഓ വന്നാൽ നമ്മുടെ എന്ത് ചെയ്യും? വ്യക്തമായിട്ട് നമുക്ക് ഇത് സാഡിൽ പോയിൻറ്റ്സ് കണ്ടുപിടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ലാംഡയുടെ വാല്യൂ -1 വന്നാൽ നമുക്ക് എന്ത് കിട്ടും? വാല്യൂ ഓഫ് ദ ഗെയിം -1 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ അതേ കണക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇത് കണ്ടുപിടിക്കാമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പോൾ സ്ട്രിക്ട്ലി ഡിറ്റർമിനബിൾ എന്ത് ചെയ്താൽ മതി? ലാംഡയെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട്, ഇഗ്നോർ ചെയ്തുകൊണ്ട് അതിൻ്റെ സാധാ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ വാല്യൂ എന്താകാം എന്ന് ലോജിക്കലി ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഓക്കെ.
സോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഫൈൻഡ് ദ റേഞ്ചസ് ഓഫ് ദ വാല്യൂ ഓഫ് പി ആൻഡ് ക്യൂ. പിൻ്റെയും ക്യൂവിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം സച്ച് ദാറ്റ് ദിസ് വിൽ ഗീവ് ദ റീഎൻറ്റർ ദ എൻട്രി 2 2 ആസ് എ സാഡിൽ പോയിൻറ്റ്. എന്ന് പറഞ്ഞാൽ 2 2 എന്ന് പറഞ്ഞാൽ A2 B2 എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ പോയിൻ്റ് ആയിരിക്കണം നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മുടെ സ്ട്രാറ്റജി എന്ന് അല്ലെങ്കിൽ സാഡിൽ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്തത് തന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്തു, റോ മിനിമവും അതുപോലെ തന്നെ കോളം മാക്സിമം കണ്ടുപിടിച്ചു. സോ അവർ പറഞ്ഞിരിക്കുന്നത് 2 2 എന്ന് പറയുന്നത് ആയിരിക്കണം നമ്മുടെ സാഡിൽ പോയിൻ്റ് എന്ന് പറയുന്നുണ്ട്. സോ 2 2 ആണ് സാഡിൽ പോയിൻ്റ് ആകേണ്ടതെങ്കിൽ നോക്കിയേ, ഈ വരുന്ന പി വാല്യൂ ഇപ്പോഴത്തെ കണ്ടീഷൻ പ്രകാരം 7 ഇങ്ങനെയാണ് നിൽക്കുന്നത് അല്ലേ. ഈ ക്യൂ വാല്യൂ എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ക്യൂ വാല്യൂ ശരിക്കും പറഞ്ഞാൽ ലെസ് ദാൻ 7 ആയിരുന്നുവെങ്കിൽ, അതായത് ക്യൂവിൻ്റെ വാല്യൂ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 ആയിരുന്നുവെങ്കിൽ ഇവിടെ എന്ത് വരുമോ, 5 വരുമോ, ഇല്ല അല്ലേ. അതായത് നമ്മൾ മിനിമം ഐഡൻറ്റിഫൈ ചെയ്തു, ഇതിൽ മാക്സിമം കണ്ടുപിടിക്കുമ്പോൾ ഈ 7 അവിടെ വരാൻ പോകുന്നത് അല്ലേ. സോ ഈ 7, അതായത് നമുക്ക് വേണ്ടത് ഇത് സാഡിൽ പോയിൻ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ മാക്സിമിൻ വാല്യൂ എന്തായിരിക്കണം, മാക്സിമിൻ വാല്യൂ എന്ന് പറയുന്നത് 7 ആയിരിക്കണം. മിനി മാക്സ് വാല്യൂ എന്തായിരിക്കണം, അതും 7 ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഈ പറയുന്ന പോലെ പർട്ടിക്കുലർ വാല്യൂ വരത്തുള്ളൂ. അതിൽ റോയെ സംബന്ധിച്ചതിൻ്റെ കേസിൽ ഇവിടെ 7 ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ എന്തായിരിക്കണം, 7നെക്കാട്ടിയും കൂടുതലായാൽ മാത്രമേ ഇവിടെ അത് വരാതിരിക്കത്തുള്ളൂ. സോ ക്യൂ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7. ഇനി പി സംബന്ധിച്ച് നോക്കിയേ, നമുക്ക് വേണ്ടത് ഈ പോയിൻ്റ് ഇവിടെ വരണം. അതായത് ഈ 7 വാല്യൂ തന്നെ ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മാക്സിമം എടുത്ത് പി എന്തായിരിക്കണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 ആയിരിക്കണം അല്ലേ. പിയുടെ വാല്യൂ 7ൽ താഴെയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതൊരു 6 ആണെങ്കിൽ ഇവിടെ വരുന്ന വാല്യൂ 7 തന്നെ ആയിരിക്കത്തില്ലേ. അതുപോലെ തന്നെ ഇവിടുത്തെ കേസിൽ ക്യൂവിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 8 എന്നോ വിളിക്കാം. സോ 8 എന്ന വാല്യൂ ആണെങ്കിൽ ഇതിൽ വരുന്ന വാല്യൂ എന്തായിരിക്കും, 7 തന്നെയല്ലേ ഇവിടെ വരുന്നത്. സോ ക്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 7, പി ഷുഡ് ബി ലെസ് ദാൻ ഈക്വൽ ടു 7. സോ അതാണ് സ്ട്രിക്ട്ലി ഡിറ്റർമിനബിൾ ആയ ഒരു കേസിൽ ലാംഡ പി ക്യൂ എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിക്കാൻ വരുമ്പോൾ യൂസ് യുവർ ലോജിക്. എന്താണ്, മാക്സിമിൻ ഈസ് ഈക്വൽ ടു മിനി മാക്സ്. ഇവിടെ നമുക്കറിയാം അവർ പറഞ്ഞു 2 2ലാണ് സാഡിൽ പോയിൻ്റ് വരേണ്ടത്. 2 2 എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 7 ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്ന മാക്സിമിൻ വാല്യൂ, മിനി മാക്സ് വാല്യൂ. അതനുസരിച്ച് പിയും ക്യൂവും എങ്ങനെ വരണമെന്നാണ് അവർ ചോദിച്ചത്. ദാറ്റ്സ് ഓൾ ഫോർ ദിസ് പർട്ടിക്കുലർ. അപ്പം ഗെയിം തിയറി വിത്ത് സാഡിൽ പോയിൻ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ തരുന്ന ക്വസ്റ്റ്യൻ്റെ റോ മിനിമം കണ്ടുപിടിക്കുക, അതിലെ മാക്സിമവും കോളം മാക്സിമം കണ്ടുപിടിച്ച് അതിലെ മിനിമം കണ്ടുപിടിക്കുക. ഇത് രണ്ടും സെയിം ആവുകയാണെങ്കിൽ അതിന് സാഡിൽ പോയിൻ്റ് ഉണ്ടെന്നും ആ സാഡിൽ പോയിൻ്റ് നമുക്ക് എങ്ങനെ പറയാം, രണ്ടാമത്തെ സ്റ്റോഡൻ 2 2 എന്ന് പറയാം. വാല്യൂ ഓഫ് ദ ഗെയിം എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ വാല്യൂ ദാറ്റ് ഈസ് 7 എന്നും പറയാം. സ്ട്രാറ്റജി എയുടെ സ്ട്രാറ്റജി 2 എന്നും ബിയുടെ സ്ട്രാറ്റജി 2 എന്നും നമുക്ക് പറയാൻ പറ്റും. ദാറ്റ്സ് ഫോർ ദിസ് പർട്ടിക്കുലർ ടോപ്പിക്.